ഹലോ, ഗുഡ് മോർണിംഗ്. വീക്കെൻഡ് ആയതുകൊണ്ട് എണീക്കാൻ തന്നെ ഇന്ന് ലേറ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കടന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ മെയിൻ കലാപരിപാടിയിലേക്ക് കടക്കാൻ, അതായത് ഹോൾ ഹോം റീസെറ്റ്. യൂഷ്വലി ഫ്രൈഡേസ് തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും. വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനർജി ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയും ചെയ്യും. അതാകുമ്പോൾ സാറ്റർഡേ സൺഡേ ഫുൾ എനിക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ള ഒരു ഫീലിന് വേണ്ടിയിട്ട്. ബട്ട് ഈ വീക്കെൻഡ് വ്ളോഗും കൂടെ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ സാറ്റർഡേക്ക് വെച്ചോട്ടോ എല്ലാ ക്ലീനിങ്ങും. രാവിലെ സിമ്പിളായിട്ടൊരു പുട്ടും ചിക്കൻ കറിയും ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി. എൻ്റെ വീട്ടിലെ മെയിൻ ഷെഫ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. സൂപ്പറായിട്ടുള്ള കുക്കാണ്. സോ കം അലോങ്, ഞാൻ എൻ്റെ ഹോൾ ഹോം റീസെറ്റ് വീഡിയോ കാണിക്കാം. ഇതൊരു ബിഫോർ വീഡിയോ ആണ്. എത്രത്തോളം അലമ്പുണ്ട് വീട്ടിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. 2 ആഴ്ചക്കത്തെ ലോണ്ട്രി ഉണ്ട്. എൻ്റെ മോളുടെ ടോയ്സ് എല്ലായിടത്തും പരന്ന് കിടക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ള അപ്സ്റ്റേഴ്സിൽ. അങ്ങനെ ഒരു ജ്യൂസും കുടിച്ച് പാട്ടൊക്കെ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പുതിയ വീട് വാങ്ങിയിട്ട് വെറും 8 മാസം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി ഫർണിച്ചറൊന്നും വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടില്ല. എല്ലാം മെല്ലെ മെല്ലെ വാങ്ങാമെന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ കിടക്കുന്നത്. ഞങ്ങൾ ബെഡിന് 2 മാട്രസ് ഇട്ടിട്ടുണ്ട്. ആദ്യം മേടിച്ച മാട്രസ് കുറച്ച് ബാക്ക് പെയിൻ ഇഷ്യൂസൊക്കെ ആയ കാരണം ഞങ്ങൾ വേറൊരു മാട്രസ് മേടിക്കേണ്ടി വന്നു. ഈ റൂമിൽ കൂടുതൽ മെസ്സും എൻ്റെ മോളുടെ ടോയ്സാണ്. കാരണം നൈറ്റ് ആകുമ്പോൾ അവൾ കുറച്ച് പ്ലഷീസും കുറച്ച് ടോയ്സും അവളെ കൂടെ കൊണ്ടുവന്ന് വെക്കും ഉറങ്ങാൻ കൂട്ടിന് വേണ്ടിയിട്ട്. ആ ടോയ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ ഞങ്ങളെ റൂം ക്ലീനായേ. ഇനി ഇതാണ് എൻ്റെ മോളുടെ റൂം. ഞാൻ അവളുടെ എല്ലാ ടോയ്സും മടക്കി പറക്കി വെക്കുന്നത് ഈ റൂമിലാണ്. ഈ റൂം ഇനി അവളുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ ഡെക്കോറും പെയിൻറ്റും ഒക്കെ ചെയ്തിട്ട്. അവൾ ഈ റൂം യൂസ് ചെയ്യാറില്ല, പക്ഷെ അവളുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ ഗസ്റ്റ് വന്നാൽ മാത്രമേ അതൊരു ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ ആൾക്കാർ വീട് വാങ്ങിയാൽ കൂടുതലും DIY ആണ് കേട്ടോ ചെയ്യുക. നമ്മളെ നാട്ടിലെ പോലെ ചീപ്പ് ലേബറല്ല. അതുകൊണ്ട് ഒരു വീടെടുത്താലും 10 വർഷമൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ അവരെ വീടുകൾ സെറ്റാക്കുന്നത് തന്നെ. ഫിനാൻഷ്യലി ഫിസിക്കലി നമുക്ക് പറ്റുന്നത് പോലെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്തെടുക്കുന്നതാട്ടോ ഇവിടെ എല്ലാവരും ഒരു ഡ്രീം ഹോം. എനിക്ക് ഏറ്റവും മടിയുള്ള വലിയ ടാസ്ക്കാണ് കേട്ടോ ലോണ്ട്രി. അതാണ് 2 ആഴ്ചത്തെ കൂട്ടിയിട്ടിട്ടുണ്ട്. മടക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി. അതുകൊണ്ട് ഞാൻ ചുമ്മാ വേർതിരിച്ച് ഇങ്ങനത്തെ കുറച്ച് പെട്ടിയിലും ബോക്സസിലും ആക്കി വെക്കും എനിക്ക് ഇടാനുള്ളത്. ഞാൻ ആകെ ഫോൾഡ് ചെയ്യുന്നത് എൻ്റെ യൂണിഫോം മാത്രമാണ്. ബാക്കിയെല്ലാം ഇതുപോലെ ബോക്സിലിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുക. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് വലിയ ടിപ്സും ട്രിക്സും ഒന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ക്ലീനിങ്ങിലും ഒതുക്കിയൊക്കെല്ലാം. എനിക്കിങ്ങനെ ക്ലട്ടർ കാണാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ കുറേ മടക്കി വെക്കുന്ന ടൈം ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ്സിൽ തന്നെ എൻ്റെ ലോണ്ട്രി ഫോൾഡ് ചെയ്ത് കഴിയും. എന്നിട്ടും ഞാനത് 2 ആഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ടാസ്ക്കാണ്. മോളുടേത് 2 ബാസ്ക്കറ്റാക്കും. ഒന്ന് സ്കൂളിലേക്ക് ഇടുന്നതും മറ്റത് നോർമൽ പജാമാസുമായിട്ട്. പുറത്തേക്ക് ഇടുന്ന കുറച്ച് നല്ല ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ ആങ്കറിലിട്ട് വെക്കുന്നത്. മോളുടെ ഫസ്റ്റ് ഇയറിലെ ഡ്രസ്സുകൾ മാത്രം കുറച്ച് ഞാൻ എൻ്റെ മദറിനിലൊക്കെ നാട്ടിൽ കൊണ്ടുപോയി കൊടുത്തു പോയപ്പോൾ അത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം യൂഷ്വലി ഞാൻ ഡൊണേറ്റ് ചെയ്യാണ് ചെയ്യുക ഇയറിൻ്റെ ആകുമ്പോൾ. ഇതെനിക്ക് വർക്കൗട്ട് ആവുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ സംസാരിച്ചത്. മോളുടെ റൂമിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ഹസ്ബൻഡിൻ്റെ വർക്കിംഗ് റൂമും ഉള്ളത്. അതുകൊണ്ട് മോള് കൂടുതലും കളിക്കുന്നത് ഹസ്ബൻഡിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. എൻ്റെ മോൾക്ക് എക്സാക്ട്ലി 2 വയസ്സായി. 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുൾ ടൈം ജോലിക്ക് അപ്ലൈ ചെയ്യണത് ആദ്യമായിട്ട് US-ൽ. ഒത്തിരി അൺസർട്ടനിറ്റിയോടൊക്കെയാണ് കേട്ടോ ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്യണത്. കാരണം ബ്രസ്റ്റ് ഫീഡിങ് ജസ്റ്റ് നിർത്തിയിട്ടുള്ളൂ, പോട്ടി ട്രെയിനിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഞാൻ പുതിയ ജോലിക്ക് കയറുന്നത്. എന്നിട്ടും ഒരു ധൈര്യപൂർവ്വം ഞാൻ ആ സ്റ്റെപ്പ് എടുത്തതിൽ ഇന്നും ഞാൻ ലുക്ക് ബാക്ക് ചെയ്യുമ്പോൾ അഭിമാനിക്കുന്നേ ഉള്ളൂ. കാരണം അന്നൊരു സംശയത്തിൻ്റെയും ടെൻഷൻ്റെയും പേരിൽ ഞാൻ അഥവാ ജോലിക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസും ഒരു ജോബ് എക്സ്പോഷറുമായിട്ട് ഞാൻ ഇത്രയും ഉയർന്നു നിൽക്കില്ലായിരുന്നു എൻ്റെ കരിയർ ലൈഫിൽ. അതേപോലെ സ്ട്രെസ് ചെയ്തും പറയണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. അന്ന് തൊട്ടിട്ട് അവളെ വീട്ടിൽ വർക്ക് ഫ്രം ഹോം ചെയ്തിട്ട് കുഞ്ഞിനെ നോക്കുന്നത് ഹസ്ബൻഡാണ്. ഫുൾ ടൈം സ്കൂളിൽ കൊണ്ടുപോകുന്നതും അവൾക്ക് ഫീഡ് ചെയ്യുന്നതും ഒപ്പം ജോലിയും ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള കാര്യമില്ല. രണ്ടിനും രണ്ടിൻ്റേതായ ടഫ്നെസ് ഉണ്ട്. അതുകൊണ്ട് ഹോൾ വീട്ടിൽ ഹസ്ബൻഡ് എവിടെ ഉണ്ടോ അതിന് ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവും അവളുടെ മെസ്സും. കഥ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്സ്റ്റേഴ്സും എൻട്രി വേയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് എത്തിയിട്ടുള്ളത് യൂഷ്വൽ ക്ലീനിങ് സൈറ്റിലാണ്, കിച്ചണും ലിവിങ് റൂമും. ലിവിങ് റൂമിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പർച്ചേസ് ഈ ലെതർ സോഫയാണ്. ക്ലീൻ ചെയ്യാനും മെസ്സായാലും വൃത്തിയാക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എൻ്റെ മോളുടെ ഏജും ഒരു വലിയ കൺസിഡറേഷനാണ് വീട്ടിലേക്കുള്ള ഫർണിച്ചറും ഐറ്റംസും വാങ്ങുമ്പോൾ. പിന്നെ നാട്ടിലെ സ്കൂൾ സിസ്റ്റം പോലെ 9 to 5 അല്ല ഇവിടെ. 11 o'clock വരെ എൻ്റെ മോൾക്ക് ക്ലാസ് ഉള്ളൂ. ഞങ്ങൾ ഹാഫ് ഡേ ആണ് ഓപ്റ്റ് ചെയ്തത്. ബാക്കി 90% വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ പാരൻസ് മൂവ് ഫോർവേഡ് ചെയ്യുന്നത്.
അതുകൊണ്ട് ഫുൾ ടൈം ടി വി അല്ലാതെ മോളെ എൻഗേജ് ചെയ്യിക്കുന്ന ഐറ്റംസും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവൾക്ക്. കൈനറ്റിക് സാൻഡ്, പെയിൻറ്റ് അങ്ങനെയൊക്കെ. കുറച്ച് അവേഴ്സേ സ്കൂളിലുള്ളെങ്കിലും എൻ്റെ മോളുടെ ഫേവറേറ്റ് കാര്യം കേട്ടോ സ്കൂളിൽ പോകാമെന്നുള്ളത്. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതെന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുറച്ച് വോയിസ് ഓവറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റിംഗാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. അതിന് നിങ്ങളെയും കൂടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏറ്റവും ടഫ് ക്ലീനിങ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഈ ഒരു വ്ളോഗ് മാത്രം എനിക്ക് 2 days എടുത്തു എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ. സത്യം പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഗിവപ്പ് ചെയ്യാൻ വരെ തോന്നി. പിന്നെ 50% എഫേർട്ട് ഇട്ടിട്ട് ബാക്കി അവിടെ എടുക്കാമെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. അപ്പോൾ മനസ്സെല്ലാം മനസ്സോടാണെങ്കിലും ഞാൻ ഫുൾ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇന്നത്തെ വ്ളോഗ് കൂടുതലും ക്ലീനിങ് ആണെങ്കിലും ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ശരിക്കും. ഇത് കഴിഞ്ഞ് നൈറ്റ് കോവർക്കേഴ്സിൻ്റെ കൂടെ ഒരു ഔട്ടിങ്ങും ഡിന്നറും കൂടെ ഉണ്ട് എനിക്ക്. ഒരു 9 മണിയാകുമ്പോഴേക്കും റെഡിയായി നിൽക്കാനാണ് എല്ലാവരും കൂടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ക്ലീനിങ് ഒരു 6 മണിക്കെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് വിചാരിച്ചിരിക്കണേ. പിന്നെ എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുൾ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ നാർവൽ തുടക്കാനും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം പോയി കിടന്നു. ഇത്രയും ആയപ്പോഴേക്കും ഞാൻ ശരിക്കും എക്സോസ്റ്റഡ് ആയി, ഹോൾ ഡേ ക്ലീനിങ് ആയതുകൊണ്ട്. പിന്നെ എണീറ്റ് കുളിയും കൂടെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിലോട്ട് മാറി. മോൾക്ക് ഡിന്നറും കൊടുത്ത് ഒന്ന് ഉറക്കി കിടത്തിയിട്ടാട്ടോ ഞാൻ ഡ്രസ്സ് മാറാനും റെഡി ആവാനും നിന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ മേക്കപ്പ് വെറും കണ്ണെഴുതലും മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. റെഡ് സ്വെറ്റർ ടോപ്പും ബ്ലാക്ക് ജീൻസും കുറച്ച് മിനിമൽ ഓർണമെൻറ്റ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ക്ലാസിക് ഫേവറേറ്റ് റെഡ് ലിപ്സ്റ്റിക്കും കൂടെ. ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഈ ഒരു കഫ് ഇയറിങ് എൻ്റെ ഫേവറേറ്റ് കളക്ഷനിലുള്ളതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് എന്നെ തന്നെ ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ടു. DJ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലേറ്റ് നൈറ്റ് ഔട്ടിംഗ് ആണ്. എൻ്റെ കോവർക്കേഴ്സ് എല്ലാവരും US ബോൺ ആൻഡ് ബോട്ടപ്പ് ആണെങ്കിലും വൈബ് എല്ലാം സെയിം ആണ്. എനിക്ക് അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ആ സ്പേസ്. ഒത്തിരി ലൈറ്റും ഡിം ലൈറ്റും എല്ലാം ഇട്ടിട്ട് നല്ല രസമായിരുന്നു കാണാൻ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ഉണ്ടായി. കുറച്ച് കഥ പറഞ്ഞും കോമഡി പറഞ്ഞും ഡാൻസ് ചെയ്തും ഞങ്ങൾ നൈറ്റ് സ്പെൻഡ് ചെയ്തു. ഒരു കരോക്കെ സെറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് പാട്ട് പാടുന്നുണ്ടായി ലിറിക്സിന്. പിന്നെ ഈ ലൈറ്റ് സെറ്റപ്പ് എന്നെ എന്താ ഓർമ്മിപ്പിച്ചെന്നറിയോ? 10ലും +2ലും കോളേജിലൊക്കെ പോകുന്ന ടൂർ ബസ്സാണ് കേട്ടോ. ഈ ലൈറ്റിങ് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ പോലെ തോന്നി. ഇതോടെ ഞാൻ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ എൻ്റെ റാൻഡ് കേട്ടതിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവരോടും താങ്ക് യു. ബൈ.